ഹലോ കൂട്ടുകാരെ, നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ പെട്ടെന്ന് ഇരുന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഇതേ കാര്യം ഇന്ന് തന്നെ 3 പേർക്ക് ഞാൻ പേഴ്സണലി പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടേക്കാവുന്നു. വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും നിയമം ഉപയോഗിക്കുന്നവരാണ്. അതുപോലെ തന്നെ നമുക്ക് കാൽക്കുലേഷൻ്റെ ആവശ്യമായിട്ട് വരുമ്പം നമ്മൾ കവലോപേതിലൊക്കെ വിളിക്കുമ്പം അല്ലെങ്കിൽ അവർക്ക് ഒരു സർവീസ് ചാർജ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു 200 ഷെക്കൽ സർവീസ് ചാർജ്. അപ്പോൾ നേരത്തെയൊക്കെ എല്ലാവരും കൂടുതൽ ആൾക്കാരും പോസ്റ്റ് ഓഫീസിൻ്റെ അക്കൗണ്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഉപയോഗം എല്ലാവരും കുറയ്ക്കാൻ തുടങ്ങി. കാരണം അമിതമായ ടാക്സും മറ്റുള്ള സർവീസ് ചാർജുകളും കൊണ്ട് മിക്കവാറും പേര് തന്നെ സാലറിയൊക്കെ ഡയറക്റ്റ് നീമയിലേക്ക് മാറ്റി. നീമയിലാണ് ഇപ്പോൾ എല്ലാവർക്കും പൈസയുള്ളത്. അപ്പോൾ നീമയിൽ നിന്ന് ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. അറിയാവുന്നവരുണ്ട് കേട്ടോ, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നീമ ടു നീമ അയക്കാൻ എല്ലാവർക്കും അറിയാം, അല്ലാതെ നമ്മുടെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അറിയാം. ഫാസ്റ്റ് ബാങ്ക് ട്രാൻസ്ഫറിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തു, അതിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നീമയിൽ നിന്ന് ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക്, ഇസ്രായേലിലെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ അയക്കാൻ ഇപ്പോഴും അറിയത്തില്ലാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. വളരെ ഈസിയാണ്, ഒന്നുമില്ല. നീമ ഓപ്പൺ ചെയ്യുക. നീമ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഹോം പേജിൻ്റെ ഏറ്റവും താഴെ സെൻഡ് എന്നെഴുതിയ ആരോ മാർക്കുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ന്യൂ ട്രാൻസ്ഫർ, ഏറ്റവും മേലെ നമ്മുടെ ന്യൂ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ വരും. ന്യൂ ട്രാൻസ്ഫറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റെസിപ്പിയൻറ്റ് ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം എന്നൊക്കെ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു പേജ് വരും. ഓക്കെ, അതിൽ നമ്മൾ കവലോപതാണെങ്കിൽ കവലോപത് എന്ന് പേര് കൊടുക്കുക, അതിൻ്റെ സെക്കൻഡ് നെയിം കൊടുക്കുക. കവലോപതിന് ആ ഒറ്റ പേരേ ഉള്ളൂ. അപ്പോൾ 2 കോളത്തിലും കവലോപത് തന്നെ കൊടുക്കുക. ഇനി അതല്ല, കവലോപതിന് മാത്രമല്ല, നമുക്ക് ഏത് ബാങ്കിലേക്ക് വേണമെങ്കിലും അയക്കാം കേട്ടോ. ബാങ്ക് ഓഫ് പാലിമ, ബാങ്ക് ലൂമി, ബാങ്ക് ഓഫ് ജെറുസലേം, പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട്, നമുക്ക് നീമയിൽ നിന്ന് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്കാണ് അയക്കുന്നതെങ്കിൽ എല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ ആർക്കാണോ അയക്കേണ്ടത് അവരുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഇടത്തെ സൈഡിൽ പ്രിഫിക്സ് എന്നൊരു ഇതുണ്ട്. അവിടെ ഒരു കുഞ്ഞ് ആരോ മാർക്കുണ്ട്. ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇസ്രായേൽ 972 എന്നുള്ളത്, അതായത് നമ്മുടെ കൺട്രി കോഡാണ് അവിടെ ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കരുത്. അതിൽ ആ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇസ്രായേൽ 972 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് വലത്തെ സൈഡിലായിട്ട് റെസിപ്പിയൻറ്റ് ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിലെ നമ്പർ കൊടുക്കുമ്പം ഓൾറെഡി നമ്മൾ പ്രിഫിക്സിൽ 972 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുമ്പം 0യുടെ ആവശ്യമില്ല. 0 കഴിഞ്ഞിട്ടുള്ള 5, 4, 5, 2 അങ്ങനെ എവിടെ നിന്നാണോ തുടങ്ങുന്ന 5 തൊട്ടുള്ള നമ്പർ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ റെസിപ്പിയൻ കൺട്രി എന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെയും ഇസ്രായേൽ ചൂസ് ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ചെയ്യരുത്, ഇസ്രായേൽ ചൂസ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്ക് മെത്തേഡ്, ബാങ്ക് ഡീറ്റെയിൽസ് 2 ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെ ആ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഏത് ബാങ്ക് ആണെന്നുള്ളത് ചൂസ് ചെയ്യുക. ബാങ്ക് ഓഫ് പാലിം ആണെങ്കിൽ ബാങ്ക് ഓഫ് പാലിം, ഇനി വേറെ ഏതെങ്കിലും ആണ്, ബാങ്ക് ലൂമി ആണെങ്കിൽ ബാങ്ക് ലൂമി, ബാങ്ക് ഓഫ് ജെറുസലേം ആണെങ്കിൽ ബാങ്ക് ഓഫ് ജെറുസലേം, പോസ്റ്റൽ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഫിനാൻസ് അല്ലെങ്കിൽ പോസ്റ്റൽ ബാങ്ക് എന്ന് കാണും. അല്ലെങ്കിൽ അതിനുശേഷം ബാങ്ക് ആൻഡ് ബ്രാഞ്ച് നമ്പർ ചോദിക്കും. പോസ്റ്റ് ഓഫീസിലേക്കാണ് അയക്കേണ്ടതെങ്കിൽ എല്ലാവർക്കും ഒരേപോലെയേ ഉള്ളൂ. ബാങ്ക് 9, ബ്രാഞ്ച് 1. പോസ്റ്റ് ഓഫീസിന് എല്ലാവർക്കും ഇത് രണ്ടും ഒന്നായിരിക്കും. അക്കൗണ്ട് നമ്പർ മാത്രം മാറ്റം വരും. അല്ലാതെ ബാങ്കുകൾക്ക് ഓരോ ബാങ്കിനും ഓരോ നമ്പറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബാങ്ക് ഓഫ് പാലിം ആണെങ്കിൽ 12 ബാങ്കിൻ്റെ നമ്പർ. എന്നിട്ട് ഏത് ബ്രാഞ്ച് ആണെന്നുള്ളത് കൊടുക്കുക. ഇപ്പം കവലോപതിൻ്റെ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ബാങ്ക് ഓഫ് പാലിം ആണ്. അപ്പോൾ ബാങ്ക് ഓഫ് പാലിം ചൂസ് ചെയ്യുക. ബാങ്ക് 12 എന്ന് കൊടുക്കുക. ബ്രാഞ്ച്, അവരുടെ ബ്രാഞ്ച് ഏതാണെന്ന് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. അവിടെ അവർ ഇത് ചോദിക്കും, എമൗണ്ട് ചോദിക്കും. എമൗണ്ട് കൊടുക്കുക, സെൻഡ് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ആ സെൻഡ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ അത് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷെയർ ബട്ടൺ ഉണ്ട്. ഷെയർ ക്ലിക്ക് ചെയ്തിട്ട് ആർക്കാണോ വാട്സപ്പിലേക്ക് അയച്ചതിൻ്റെ തെളിവ് കൊടുക്കേണ്ടത് ആ റെസിപ്റ്റ് അങ്ങോട്ട് അയക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ അയക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സ്ക്രീൻഷോട്ട് നോക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുമ്പോഴും ബ്രാഞ്ച് നമ്പർ കൊടുക്കുമ്പോഴും കൃത്യമായി കൊടുക്കുക. 2-3 വട്ടം ചെക്ക് ചെയ്യുക. നമ്പർ മാറിപ്പോവരുത്. ഒരു നമ്പറെങ്കിലും മാറിപ്പോയാൽ പിന്നെ നമ്മൾ കിടന്ന് തരികട കളിക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും അക്കങ്ങൾ കൊടുക്കുമ്പോൾ ഡബിൾ ട്രിപ്പിൾ ചെക്ക് ചെയ്തിട്ട് മാത്രം സെൻഡ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയാൽ ഷെയർ ചെയ്യുക. അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഹീബ്രു പഠിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. ഷോർട്ട് വീഡിയോയിലൂടെയും റീൽസിലൂടെയും നമ്മൾ ഹീബ്രു പഠിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. ഒത്തിരി പേര് പരാതി പറയുന്നു, വലിയൊരു ഫീസ് തന്ന് പഠിക്കാനുള്ള മാർഗ്ഗമില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാവർക്കും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ഷോർട്ട് വീഡിയോസ് ഞാൻ ചെയ്യാം, പക്ഷേ ഒരിക്കലും അതൊരു കംപ്ലീറ്റ് സ്റ്റഡി ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. കംപ്ലീറ്റ് സ്റ്റഡി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കോഴ്സ് അറ്റൻഡ് ചെയ്ത് തന്നെ ചെയ്യണം. അത് പക്ഷേ നമുക്ക് ഡെയിലി ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെറിയ അത്യാവശ്യം ഗ്രാമർ പഠിച്ചു പോകുന്ന രീതിയിൽ ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യാൻ
തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഹീബ്രു പഠിക്കാനുള്ളവരൊക്കെ ജോയിൻ ചെയ്തോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഷൈനി ബാബു എന്നുള്ള ഫേസ്ബുക്കും കൂടി ഒന്ന് ഫോളോ ചെയ്തേര്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പോകാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.